ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to the name of God. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The presence of God is among us, among our midst. കഴിഞ്ഞ ഏകദേശം 33 മാസങ്ങളായിട്ട് നാം നിരന്തരമായി നമ്മുടെ സഭ പ്രാർത്ഥനയിലാണ്. Now it has been almost 33 months that our church has been in prayer, continuous prayer. And കഴിഞ്ഞ 9 മാസമായി നമ്മൾ 24/7 രാത്രിയും പകലും നമ്മുടെ ഹോളിൽ നാം പ്രാർത്ഥനയിലാണ്. And the past 9 months we've been having 24/7 prayer and worship. ഈ ജൂലൈ ആകുമ്പോൾ അത് 3 വർഷം പൂർത്തീകരിക്കും. And by this coming July it will be completing 3 years. പലർക്കും ചോദ്യങ്ങളുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന്. And many have questions, is God not hearing our prayers? പല ആൾക്കാരും ഇപ്പോൾ എന്നെ കണ്ടാൽ മിണ്ടത്തില്ല, എന്നെ കാണാതെ പോകുന്ന ആൾക്കാരുണ്ട്. And there are some people who don't talk with me, or when they see me they don't greet me. എൻ്റെ അടുത്ത് അവർ വരത്തില്ല, എനിക്ക് കൈ തരത്തില്ല. They will not come near me, they will not shake my hand. ഇവിടെയുള്ള ആൾക്കാരെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ചല്ല പറയുന്നത്. I'm not talking about anyone seated here. ഞാനൊരു മെസ്സേജ് ഇട്ടാൽ എനിക്ക് അവർ തിരിച്ച് മെസ്സേജ് ഇടത്തില്ല. If I send them a message, they will not reply me. വർഷങ്ങൾ ഞാൻ അവരെ വളർത്തിയവരാണ്. I've mentored them for long years. പക്ഷെ ഇപ്പോൾ അവർക്ക് എന്നെ പേടിയാണ്. But now they are afraid of me. കാരണം സന്തോഷ് പാസ്റ്ററിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. Because God is not hearing the prayers of Santosh Pastor. അപ്പോൾ പ്രാർത്ഥന കേൾക്കാത്ത ഒരു മനുഷ്യന് കൈ കൊടുക്കാൻ പാടില്ല. So I should not give my hand, I should not shake the hand of a man whom God does not answer. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകാൻ പാടില്ല. I should not go near the man whom God does not answer. ശുശ്രൂഷയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനോഗതമാണ് പറഞ്ഞു വരുന്നത്. What I'm saying is about the mindset or the attitude of those who are in the ministry. അപ്പം നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ട. So I do not have to say anything about your attitude. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളൊക്കെ എനിക്കറിയാം, കാണാൻ പറ്റും. I know and I can see the thoughts of your hearts. അല്ല, അബ്രഹാമിൻ്റെ സമയത്ത് ഒരു സഭയില്ലാഞ്ഞുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. Abraham escaped because there was no church in his time. പുള്ളി ഭാര്യയോട് മാത്രം കാര്യം മറുപടി പറഞ്ഞാൽ മതിയല്ലോ. Because he only need to answer to his own wife. അബ്രഹാം ഒരു സഭയുടെ പാസ്റ്റർ ആയിരുന്നെങ്കിൽ പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും? What would be the state of Abraham if he was the pastor of a church? ഒരു ദിവസം പുള്ളി പ്രഭാതത്തിൽ നിന്ന് സഭയോട് പറഞ്ഞു, ദൈവം എനിക്ക് ഒരു മകനെ തരും, ഉറപ്പായ ദൈവം പറഞ്ഞു. One day he stands on the pulpit, he says, God has told me he will give me a son. അപ്പോൾ എല്ലാവരും കണക്കൂട്ടി, പറഞ്ഞ ജനുവരി മാസമാണ്. And everyone started calculating. അബ്രഹാം പ്രസംഗിച്ച ദിവസം ഒരു ജനുവരി മാസമാണ്. Abraham preached on a day of January. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഒരു 10-ാം തീയതിക്കകത്ത് സാറാമ്മച്ചി പ്രസവിക്കണം. So they calculated from January to September. By 10th of September she is supposed to bear a child. സെപ്റ്റംബർ കഴിഞ്ഞു. September has passed. ഡിസംബർ കഴിഞ്ഞു. December also passed. അടുത്ത വർഷമായി. It has they have reached to the next year. എല്ലാം നോക്കാം, സാറാമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു നോക്കുക എല്ലാവരും. They are looking to Sarah if she have any changes. ഒന്നും സംഭവിച്ചില്ല. Nothing, there's nothing. വർഷങ്ങൾ കടന്നു. And years passed. സഭയെല്ലാം പുള്ളിയുടെ മുഖത്തേക്ക് പരിഹസിക്കുക. And now all the church is mocking at his face. 10 വർഷം കഴിഞ്ഞു. 10 years passed. സഭ മറന്നു. The church has forgotten. 15 വർഷം കഴിഞ്ഞു. 15 years has passed. ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ഓർക്കും. Now and then someone will remember. കഴിഞ്ഞ 15 വർഷം മുമ്പ് നമ്മുടെ പാസ്റ്റർ അബ്രഹാം പറഞ്ഞതാണ് സാറാമ്മച്ചി പ്രസവിക്കുമെന്ന്. They will say 15 years back Pastor Abraham said Sarah will bear a child. എന്നിട്ടൊന്നും കണ്ടില്ല. And I have not seen anything. ഈ പുള്ളി ശരിക്കുള്ള പ്രവാചകനും പാസ്റ്ററൊന്നും അല്ല. He is not a real man of God. He is not a prophet. 20 വർഷം കഴിഞ്ഞു. 20 years passed. 25-ാം വർഷം. Now it is the 25th year. അബ്രഹാം ഒരു പാസ്റ്റർ അല്ലാത്തതുകൊണ്ട് സ്തോത്രം. Giving God thanks because Abraham was not a pastor. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് സ്തോത്രം. I give thanks because I am a pastor.
ആമേൻ. Amen. കാര്യം പിടികിട്ടി കാണും. I suppose you have understood the matter. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ അത് അന്ന് നടക്കുമെന്ന് വിശ്വസിക്കണം. The promises God has given us, we should believe it will happen. അന്ന് വിശ്വസിക്കും. That same day, we need to believe. എന്നാൽ ദൈവത്തിനൊരു സമയമുണ്ട്. But God has a time. ആ സമയം വരെ കാത്തിരിക്കാൻ അവൻ ആ വാഗ്ദത്തം പ്രാപിച്ചവൻ്റെ ഹൃദയത്തിന് ബലം കൊടുക്കും. And to wait till the fulfillment of the promise, God will strengthen the heart of the man who receives the വാഗ്ദത്തം promise. പ്രാപിച്ചവൻ വാഗ്ദത്തം ശരിക്കും പ്രാപിച്ചെങ്കിൽ അവൻ തളരത്തില്ല. The man who has received, heard the promises, he will not fail if he has really believed the promise. വാഗ്ദത്തം നേരിട്ട് പ്രാപിക്കാത്ത ലോത്ത് വിട്ടുപോകും. The Lot who has not directly received the promise will go away. അദ്ദേഹം പോയി നല്ല പട്ടണത്തിൽ സന്തോഷമായി അടിച്ചു പൊളിച്ച് ലുലു മാളിലൊക്കെ കയറി ഇറങ്ങി പുള്ളി ജീവിക്കും. And he will go to the best part of the city. He will live a wonderful life. ലുലു മാളിൽ പോയി പുള്ളി And അടിച്ചു പൊളിച്ച് ജീവിക്കും. he will be enjoying himself in the Lulu Mall. ഹല്ലേലൂയ. Amen. വാഗ്ദത്തം പ്രാപിച്ചവൻ അപ്പോഴും മരുഭൂമിയിൽ കൂടാരത്തിൽ വസിക്കും. But the one who has received the promises, he is still dwelling in the wilderness. അവന് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തെ അറിയാം. He knows the God who gave him the promise. അവന് ദൈവത്തെ അറിയാം. He knows the God who അവൻ gave him ദൈവത്തെ promise. കണ്ടിട്ടുണ്ട്. He has seen God. അവൻ ദൈവശബ്ദം He has കേട്ടിട്ടുണ്ട്. heard his voice. അവന് ഒരു സംശയവുമില്ല. He has no doubt. ദൈവത്തിൻ്റെ സമയത്ത് അവൻ അത് നിവർത്തിക്കും. In God's own time, God will fulfill it. ഇപ്പം പലരും ചോദ്യം ഫസ്റ്റ് ചോദ്യം എന്തിന് ഇത്രയും പ്രാർത്ഥിക്കുന്നതെന്നാ, എന്തിന് ഇത്രയും പ്രാർത്ഥിക്കുന്നത്? Now, many have questions. The first question is, why are you praying so much? Why ഇത്രയും this much prayer? രണ്ടാം ചോദ്യം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തായി? Second question is, what is the result of this much prayer? പണ്ട് ഞാനൊരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ നിർത്തി. അവൻ അല്പം മെൻ്റൽ ഇഷ്യൂസുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. ഞാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Long years back, I had a young man with me who had some psychological issues, and I was praying for him. ദൈവൻ ഒത്തിരി വിടുവിച്ചു. And he received many deliverance from ഞാൻ God. പൂർണ്ണമായി സൗഖ്യമായില്ല. But he was not completely delivered. പിന്നെ അവൻ മടങ്ങിപ്പോയി. And he went back. അപ്പം അവൻ്റെ പേരൻസ് ചോദിക്കുക, നിങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തു, ഈ ഇങ്ങനൊരു പയ്യനെ ആരും കൊണ്ടുപോയി കൂടെ നിർത്തത്തില്ല, നിങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തു. Now his parents say, they ask, you took a great risk because there's no one who takes with them such a person like him, but you have taken a great risk and prayed for him. ഞങ്ങൾ അതിന് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. We appreciate you for that. പക്ഷെ എന്തായി? But what is the result? എന്തായി? What has happened? എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടില്ല അവരോട്. And I did not receive the time to answer them. അവരൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. And they work in a medical field. 100 കണക്കിന് രോഗികൾ എന്നും അവരുടെ അടുക്കൽ വരുന്നുണ്ട്. And they receive hundreds of patients each day. അവരെല്ലാവരും ആത്മാർത്ഥമായി ചികിത്സിക്കുന്നുണ്ട്. They genuinely try to treat them. പക്ഷെ എല്ലാവരും സൗഖ്യമാകുന്നില്ല. But not everyone receives the cure. ചിലർ അവിടെ മരിച്ചു പോവുക. Some they die. പക്ഷെ ആരും ചോദിക്കത്തില്ല എന്തായി. But no one will point and ask them the question, what is the result? നിങ്ങൾ ചികിത്സിച്ചില്ലേ? Have you not given them the treatment? ആത്മാർത്ഥമായി ചികിത്സിച്ചില്ലേ? You have genuinely treated them. മരുന്ന് കൊടുത്തില്ലേ? You gave them medicine. എന്നിട്ട് എന്തായി? But now what happened? എന്നാലും ചോദിക്കുവോ? Does anyone question them? ആരും ചോദിക്കുവോ? Anyone? ഇല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ എന്തായി? But here, if we pray and they do not receive a healing, they will ask, what happened? വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ എന്തായി? If there's no deliverance, they will ask why. What is the result? ഹല്ലേലൂയ. Hallelujah. ഇത്രയും പറഞ്ഞത് നമ്മൾ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. I say this much because we are continuing the prayer. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. God will work in His own time. അതിനകത്ത് യാതൊരു സംശയത്തിനുമിടയില്ല. And in this matter, there's no room for doubt. ഒരു അവിശ്വാസത്തിനുമിടയില്ല. There's no room for unbelief. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. The one who gave the promises, he is faithful. മോശ തന്നിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുമെന്നും അറിഞ്ഞ വ്യക്തിയാണ്. Moses is a person who knew God, who knew that he will deliver his people Israel through him. മോശയ്ക്ക് അറിയാം ദൈവം തന്നെ ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളെ വിടുവിക്കുമെന്ന്. Moses knows God will use him to deliver the people of Israel. അതിനാണ് തന്നെ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ മകളുടെ മകനാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. That is why he is in the palace of Pharaoh, growing up as the son of the royal princess.
ഹല്ലേലൂയ. Hallelujah. പക്ഷേ ഒരു ദിവസം കൊണ്ട് എല്ലാം തലകീഴം മറിഞ്ഞു. But within one day, with just one day, everything became turned over in his life. ഇസ്രായേൽ ജനം അവനെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്ന് The പറഞ്ഞു. people of Israel rejected him, said, "We don't need you, we don't want you." ഫറവോൻ അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. The Pharaoh is after him to kill him. 40 വർഷം പിന്നെ മോശ മരുഭൂമിയിൽ ആടുകളുടെ പുറകിലായി. Now Moses is in the wilderness tending after the sheep. ഞാൻ മനസ്സിലാക്കുന്നു മോശ എത്ര മറക്കാൻ ശ്രമിച്ചാലും പർപ്പസ്ഫുള്ളി ബോധപൂർവം തൻ്റെ മേലുള്ള നിയോഗത്തെ മറക്കാൻ ശ്രമിച്ചാലും അതിനും സാധ്യമല്ല. I believe that Moses, even though he deliberately tries to forget his purpose, it is not possible. കാരണം ദൈവം നിക്ഷേപിച്ചത് അവനകത്ത് കിടക്കുക. But because what God has purposed, what has God put in him is there. ആ It remains വെള്ളത്തിൽ there. നിന്ന് വലിച്ചെടുത്ത് ശേഷം മോശയുടെ അമ്മയെ തന്നെ ഫറവോൻ്റെ മകൾ മോശ വളർത്താൻ ഏൽപ്പിക്കുമ്പോൾ അന്ന് തൊട്ട് അമ്മ മോശയോട് പറയും, മോനെ നിന്നെ ഈ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടിയാണ്. From the day the daughter of Pharaoh drew him out of the water and gave him back to his own mother to rear him up, his mother has been talking to him, has been telling him from this he has been drawn from the water for this purpose, for that he may deliver the people of Israel. എനിക്ക് ആ രംഗങ്ങളൊക്കെ ആൽമേൽ കാണാൻ പറ്റും. I can see that in myself. ചുറ്റുവട്ടത്തുള്ള അനേക കുടുംബങ്ങളിലെ അനേക വീടുകളിലെ ആയിരമായ കുഞ്ഞുങ്ങൾ നൈൽ നദിയിലെ ചീങ്കണ്ണിക്ക് മുതലയ്ക്ക് എറിഞ്ഞുകൊടുത്ത് എല്ലാ വീട്ടിലും നിലവിളി ഉണ്ടാകുമ്പോൾ മോശയുടെ അമ്മ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരു താലാട്ട് പാട്ട് പാടും. When the babies around the house in the villages, thousands of them are being killed, are being thrown into the Nile River for the crocodiles, and they are weeping in every house. The mother of Moses holds him close and sings him a lullaby. ആ താരാട്ട് പാട്ടിൽ അമ്മ പാടും, ദൈവം നിന്നെ ഇസ്രായേലിൻ്റെ വിമോചകനായി വീണ്ടെടുത്തിരിക്കുകയാണ്. And she sings to him that God has chosen him to be the deliverer of Israel. മോശ കുഞ്ഞ് ആ ശൈശവത്തിൽ തന്നെ ആ വാക്കുകൾ കേട്ടാ വളർന്നത്. And Moses from his infancy has grown up hearing those words. അത് 80ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വരുന്ന സമയത്തും മോശയുടെ അകത്തുനിന്ന് മാറിപ്പോയിട്ടില്ല. And these words have not gone away from his heart till that even in the moment when God appeared to him in the burning bush. ദൈവം വിളിച്ചപ്പോൾ ദൈവം മോശയെ വിളിക്കുന്ന അന്ന് വരെ ദൈവം അത് മറന്നിട്ടില്ല. Until the day when God came down to call him, God also has not forgotten. 80 വർഷം മുമ്പ് നൈൽ നദിയിൽ നിന്നും വലിച്ചെടുത്ത ഈ കുഞ്ഞ് ഇന്ന് വളർന്ന 80 വയസ്സുള്ള വൃദ്ധനായിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മേലുള്ള വാഗ്ദത്തത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം മറന്നിട്ടില്ല. God in heaven has not forgotten the promise, the word given to the baby who was drawn from the water 80 years before. ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല. God cannot forget. അവന് മറവിയുള്ള ദൈവമല്ല. He does not have any memory വാഗ്ദത്തം loss. ചെയ്തവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. The one who gives the promise, he is faithful, he will fulfill ഞാൻ it. പകൽക്കാൽ നിങ്ങളോട് ദൂത് പറയാണ്. Today morning I give you this prophecy. ദൈവം നിങ്ങളോട് പറഞ്ഞ സകല വചനങ്ങളും, all the word of God which he has given you, സകല വാഗ്ദത്തങ്ങളും, every promise, സകല പരിശുദ്ധാത്മാവ് നൽകിയ സകല പ്രവചനങ്ങളും, every prophecies given by the Holy സകല Spirit, ദൂതുകളും every prophecy, ദൈവം മറക്കത്തില്ല. God will not forget. അത് 80 വർഷം കഴിഞ്ഞാൽ അവൻ മറക്കത്തില്ല. Even though 80 years will pass, he will not forget. 80 വർഷം കഴിഞ്ഞാലും ദൈവം മറക്കത്തില്ല. God will not forget even though it has passed beyond 80. അവനത് നിവർത്തിച്ചിരിക്കും. He will fulfill it. അവനത് നിവർത്തിച്ചിരിക്കും. God will fulfill it. അവനത് നിവർത്തിച്ചിരിക്കും. He will fulfill it. അത് കേട്ട് പ്രാപിച്ച ഒരു മോശയ്ക്ക് അത് മറക്കാൻ കഴിയത്തില്ല. And Moses who has heard and received it cannot forget ഓരോ it. വർഷം കഴിയുന്തോറും അവൻ ചിന്തിച്ച് ഒരുപക്ഷെ വ്യാകുലപ്പെട്ടിട്ടുണ്ടാകാം. Maybe as the years went on, he may have thought and have got anxiety about it. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ മരുഭൂമിവാസത്തിൽ അവനതൊക്കെ ചിലപ്പോൾ അവൻ്റെ അകത്തത് മങ്ങിപ്പോയിരിക്കാം. Maybe it has grown dull within him while he journeyed through the wilderness for 40 years. പക്ഷെ ഓരോ സമയത്തും അത് അവൻ്റെ അകത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. But even though time to time it will stir up in him.
മോശയ്ക്കും അത് മറക്കാൻ പറ്റത്തില്ലെന്ന്. Moses also cannot forget it. ദൈവത്തിനും ഇത് മറക്കാൻ പറ്റത്തില്ല. God also cannot forget it. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയത്ത് ദൈവം മോശ എഴുന്നേൽപ്പിച്ചു. In due time of the promise, he has lifted up the പിന്നെ man പറയുന്നത് Moses. മോശയെ പോലൊരു പ്രവാചകൻ അന്ന് വരെ പിന്നെ ഉണ്ടായിട്ടില്ല. And afterwards is written like a man like a prophet like the man Moses has never arisen. മാത്രമല്ല ദൈവം പറയാണ്, ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. And God himself testifies that there is no other man like Moses whom God has known face to face. മോശ അറിഞ്ഞെന്നല്ല പറഞ്ഞത്, ദൈവം മോശ അങ്ങനെ അറിഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്, അഭിമുഖമായിട്ട് അറിഞ്ഞെന്ന്. It's not talking about Moses knowing God, but God himself knowing Moses face to face. കാരണം ദൈവം അങ്ങനെ അടുത്തു വന്ന്, ദൈവം സ്വർഗത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് അഭിമുഖമായി സംസാരിച്ച ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല. Because there's no other person in the whole history of the world that God comes down and talks to him face to face. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ മറക്കാതിരിക്കട്ടെ. Do not forget the promises you have received. അത് ദൈവം തന്നതാണെങ്കിൽ നിങ്ങളുടെ അകത്ത് എപ്പോഴും പൊങ്ങി വന്നുകൊണ്ടിരിക്കും. If the promise was given by God, it will always stir up അത് within you. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. It will keep talking with you. അത് നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. And it will keep strengthening you. മാനസികമായ ബലഹീനതകളും ഒരുപക്ഷെ അവിശ്വാസം ഒക്കെ ഉണ്ടായാലും നിങ്ങളൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. Even though being human, we have failings and shortcomings, we may grow tired, even though God will remind you of these promises. Hallelujah. Amen. Hallelujah. 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 ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വേഗത്തിൽ വെളിപ്പെടും. The work of God will soon manifest upon us. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴല്ല അത് ഇന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. And every time I pray that it will happen today. നാളെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും നാളെ നടക്കും, നാളെ ഞാൻ പ്രാർത്ഥിക്കും. When I pray about tomorrow, I pray it will happen tomorrow itself. എത്ര മുന്നോട്ട് പോയാലും ദൈവത്തിൻ്റെ സമയത്ത് അവനത് ചെയ്തിരിക്കും. No matter how many days will pass, but in his time it will happen. ഈ താമസങ്ങൾ വരുന്നത് ദൈവം നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. Why we face this kind of delay is because God is preparing us. അബ്രഹാമിന് 25 വർഷം വാഗ്ദത്തം നിറവേറ്റാൻ എടുത്തതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശ്യങ്ങളുണ്ട്. The reason for Abraham to receive the promise after 25 years, God has very strong purpose or reasons. അബ്രഹാമിന് 2 പ്രത്യേകമായ പേരുകളുണ്ട്. Abraham has 2 particular names. ഒന്ന് വിശ്വാസികളുടെ പിതാവ്. One is that he the father of believers, father of faith. 2 ദൈവത്തിൻ്റെ സ്നേഹിതൻ. And second is the beloved of God. അതിനു മുമ്പ് ആർക്കോ പേരില്ല. And before him there was no one who had this name. ദൈവത്തിനൊരു നിത്യമായ പ്ലാൻ ഉണ്ട് അബ്രഹാമിനെ കുറിച്ച്. God has an eternal plan concerning Abraham. അത് അബ്രഹാമിലൂടെ ഈ ഭൂമിയിലെ സകല ജാതികളെയും രക്ഷിക്കണമെന്നാണ്. And that purpose is the plan is to save all mankind through Abraham. അബ്രഹാമിലൂടെ അവൻ്റെ സന്തതിയിലൂടെ ഈ ലോകത്തെ മുഴുവൻ ജനത്തെയും വീണ്ടെടുക്കണമെന്നാണ്, അനുഗ്രഹിക്കണമെന്നാണ്. To bless and to redeem all the peoples on this face of the earth through Abraham and through his descendants. അതിൻ്റെ ഫോർറണ്ണർ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ആളാണ് അബ്രഹാം. ഫസ്റ്റ് ഫിഗറാണ് അബ്രഹാം. And the first man or the first figure of this plan is Abraham. ആമേൻ. Amen. എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് തരുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുക. I'm trying to speak what the Holy Spirit is giving me. എനിക്ക് നിങ്ങളോട് പഠിപ്പിക്കാനും പ്രസംഗിക്കാനും നിറയെ വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. I have a lot of topics to cover with you. പക്ഷെ ഞാൻ ഇന്ന് ആത്മാവിൽ മാത്രം ശരണപ്പെടുകയാണ്. But now I am just standing in the Spirit. ഹല്ലേലൂയ. Amen. ഉത്സാഹമായിട്ട് കേൾക്കണം, സന്തോഷമായിട്ട് കേൾക്കണം. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് 35-ാം ദിനമാണ് എൻ്റെ ഫാസ്റ്റിംഗ്. അതുകൊണ്ട് ഈ പ്രസംഗിച്ച് എനിക്ക് ഒത്തിരി എനർജി കളയാൻ ഇഷ്ടമില്ല. I do not like to spend a lot of energy preaching because it's my 35th day of fasting. ഹല്ലേലൂയ. Amen. അത്ര നല്ല സുഖകരമായ ഏർപ്പാടൊന്നുമല്ല 40 days ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. It's not a
comfortable thing to take a 40 days fasting. പ്രത്യേകിച്ച് ഓരോ 6 മാസം കഴിയുമ്പോൾ ഒരു 40 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് മെഡിക്കലി എല്ലാം അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. More especially when is after every 6 months taking 40 days of fasting is not good even കഴിഞ്ഞ medically. 2.25 വർഷത്തിനകത്ത് ഇത് 4ാമത്തെ 40 ഫാസ്റ്റിംഗ് ആണ്. This is the fourth 40 days fasting in this past 2 years. 2.5 years. 2.5 years. അപ്പോൾ തന്നെ അതിനകത്തൊരു 30 ദിവസം വേറെ എടുത്തിട്ടുണ്ട്. And also between this there has been 30 days fasting. അതോട് നിങ്ങൾ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കില്ല പ്ലീസ്. So don't make me to preach. നിങ്ങളുടെ പാസ്റ്ററോട് സ്നേഹമുണ്ടെങ്കിൽ കണ്ണൊക്കെ തുറന്ന് വിശാലമായി വെച്ച് ഒന്ന് കേട്ടാട്ടെ. So if you love your pastor, open your eyes, sit strong and listen. Amen. Amen. ആ കരമുയർത്തി ഒരു സ്തോത്രം പോട്. എൻ്റെ ഭാഷയിൽ ഇന്നലെ വന്ന ഒരു പ്രവാചകൻ്റെ ഭാഷയെ പോട് തമ്പിടാൻ മനസ്സിലായി. ഓക്കെ ഫൈൻ, ഓക്കെ റൈറ്റ്. എന്തിനാണ് ദൈവം അബ്രഹാമിനെ ഇങ്ങനെ നടത്തിയത്? Why did God lead Abraham in this manner? എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ 25 വർഷം വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? Why did he make him wait 25 years to give him a child? അവൻ കൊടുത്താൽ പോരായോ ആദ്യം തന്നെ? Why didn't he just give him in the beginning? അവൻ്റെ ശരീരത്തിൻ്റെ ബലം മൊത്തം ക്ഷയിച്ചു. All his strength has failed. ഇനി അവൻ്റെ ശരീരത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഒരു ആരോഗ്യമില്ല. He does not have any valor or strength to give birth to a child. സാറാമ്മച്ചിയുടെ കാര്യം ഒട്ടും പറയണ്ട. And no need even to speak about Sarah. വയസ്സ് എന്ന വൃദ്ധയായി. She has grown past the age of bearing ഇനി child. കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാൻ പ്രാപ്തിയില്ല. She no longer have the capability to bear a child. നിശ്ചയമായും 25 വർഷം അബ്രഹാമിനോ ഫെയ്ത്തിൽ വിശ്വാസം ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. For sure in this 25 years Abraham had ups and downs in his faith. ശരിയല്ലേ? Is that true? എബ്രായ ലേഖനത്തിൽ അങ്ങനല്ല പറയുന്നത്. In Hebrew it's not written like this. റോമൻസിൽ അങ്ങനല്ല പറയുന്നത്. Romans does not speak like this. ആശയ്ക്കെതിരായി ആശയോടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. It says Abraham hoped against hope. ആ സത്യമാണ്. That is truth. ഇത് യാഥാർത്ഥ്യമല്ല. But that is not the reality. ഹലോ, റോമൻസും ഹീബ്രൂസും എബ്രായ ലേഖനത്തിലും അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യമല്ല. All that is written concerning the faith of Abraham in the book of Romans and Hebrews is the truth, but it is not the reality. അബ്രഹാമിന് അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. Abraham had moments of unbelief. അത് എഴുതി വെച്ചിട്ടുണ്ട്. And that is also written. ശരിയല്ലേ? Not true. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ അബ്രഹാമിൻ്റെയും സാറായുടെയും അവിശ്വാസമോ സംശയമോ ഒന്നും പറഞ്ഞില്ല. But when Holy Spirit is writing about them, he does not speak about their unbelief and unfaithfulness. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ കാണാം, അവർക്ക് അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. When we read the book of Genesis, we see the moments of where they failed, where സംശയം ഉണ്ടായിട്ടുണ്ട്. They had doubts. പക്ഷെ പരിശുദ്ധാത്മാവ് എടുത്തെഴുതുമ്പോൾ അവരുടെ അവിശ്വാസവും സംശയവും ഒന്നും പറയുന്നില്ല. But when Holy Spirit notes it down, he does not talk about any of their unfaithfulness or unbelief. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. It's written he hoped against hope. ഹല്ലേലൂയ. Amen. കാരണം ദൈവാത്മാവ് അങ്ങനെ ചെയ്യത്തുള്ളൂ. Because that's how Holy Spirit does. ഓരോ ദിവസം ഉണ്ടാകുന്ന അവിശ്വാസങ്ങളെ ദൈവാത്മാവ് പരിഹരിച്ചു കൊടുത്തു. He solves all the unbelief and doubt which came in their daily സംശയങ്ങളെ life. അവിശ്വാസങ്ങളെ ദൈവാത്മാവ് പരിഹരിച്ചു കൊടുത്തു. He just solved it for them. പിന്നെ എന്തിനാ 25 വർഷം നീട്ടിക്കൊണ്ടുപോയത്? So then why it delayed for 25 years? അങ്ങനെ 25ാമത്തെ വർഷം അവൻ പ്രാപിച്ചെങ്കിലേ അവന് ദൈവത്തിന്റെ സ്നേഹിതനെന്നും വിശ്വാസികളുടെ പിതാവെന്നും പേര് ലഭിക്കത്തുള്ളൂ. Only because that when he on the 25th year when he receives the child is when he can have the name that he is the father of faith of believers and the beloved of God. നിങ്ങൾ ഇന്ന് വന്നിട്ട് കർത്താവേ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ, So and when you come today and pray to Father, give me faith, പിതാവ് പറഞ്ഞു നേരെ അങ്ങോട്ട് പോയേ, ദേണ്ട അബ്രഹാം അവിടെ ഇരിപ്പുണ്ട്, പുള്ളി കാര്യം പറയും. he will tell you you can go to Abraham. Go to Abraham, he will tell you about it. Amen. Amen. Come on church. അബ്രഹാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. Abraham was a man like us. പക്ഷെ അബ്രഹാമിന്റെ ദൈവം അങ്ങനെ ഫെയ്ത്തിൽ കൊണ്ടുവന്നു. But God led him through the path of faith. 25 വർഷം അവൻ നിർത്തി.
he made him to stand ഇന്ന് 25 years. നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചൂണ്ടിക്കാണിക്കും, ദേ അബ്രഹാമിനെ നോക്കിയാൽ മതി. And today when you come to the Father and pray, give me faith, God will tell you to go to Abraham. നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും അവൻ്റെ ആ പരിജ്ഞാനം ഒന്നും ഗ്രഹിക്കാൻ വലിയ പ്രാപ്തിയൊന്നുമില്ല. We don't have great minds to understand all the wisdom of God. ഹല്ലേലൂയ. Amen. അബ്രഹാമിനെ വിശ്വാസിയുടെ പിതാവാക്കുവാൻ ദൈവത്തിന് അവൻ അങ്ങനെ നടത്തണമായിരുന്നു. To make him the father of faith, he needed to lead Abraham in that manner. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. There's a scripture in book of Hebrews. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് അവൻ തികഞ്ഞവനായി തീർന്നു. Though he was a son, yet he learned obedience by the things which he suffered. ആ വാക്യം എവിടെയാണ്? 5 verse 8. 5 verse 8. യാ, എബ്രായ ലേഖനം 5:8. Hebrews chapter 5 verse 8. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. It is written, though he was a son, yet he learned obedience by the things which he suffered. And having been perfected, he became the author of eternal salvation to all who obey him, called by God as high priest. യേശു തികഞ്ഞവനായിരുന്നു അല്ലേ? Jesus was perfect. അവന് ഒരു കുറവുമില്ലായിരുന്നല്ലോ. He did not have any shortcomings. പിന്നെ എന്തിനാ ഈ വാക്യം ഇവിടെ എഴുതി Then വെച്ചിരിക്കുന്നത്? why is this scripture? എന്തിനാ അവനെ പിന്നെയും തികഞ്ഞവനാക്കുന്നത്? Why is it he needs to be again perfected? എന്തിനാ കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കിയത്? Why does he need to be perfected through suffering? പറയുന്നുണ്ട്, യേശു പുത്രൻ എന്ന നിലയിലല്ല തികഞ്ഞവനാകുന്നത്. He is not becoming perfected in the position of a son. അവൻ മഹാപുരോഹിതൻ എന്ന നിലയിൽ മനുഷ്യർക്ക് വേണ്ടി അവൻ തികഞ്ഞവനാകണം. But in the play as a high priest, he needs to be perfected for all mankind. ഹല്ലേലൂയ. Amen. എല്ലാവരുടെയും രക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീരണം. He needs to become the author or the reason for all the man's salvation. യേശുവാണ് the author of salvation. രക്ഷാനായകൻ അവനാ. Jesus is the author of salvation. അവൻ മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യൻ എങ്ങനെ തികഞ്ഞവനാകണമോ അത് കഷ്ടതയിലൂടെ മാത്രമേ തികഞ്ഞവനാകൂ. അതുകൊണ്ട് യേശുവിനെ ദൈവം അങ്ങനെ നടത്തി. Jesus came as the author of salvation into the world, and as a man can be perfected going through sufferings, God also led him through that same path. ദൈവത്തിൻ്റെ സ്പെഷ്യൽ അപ്പോയിൻമെന്റ് അബ്രഹാമിന് മേലുണ്ടായിരുന്നു. God had a special appointment on Abraham. അവനെ വിശ്വാസികളുടെ പിതാവാക്കണം ദൈവത്തിന്. He wanted to make Abraham the father of faith. അവനെ ദൈവത്തിന്റെ സ്നേഹിതനാക്കണം. He wanted to make him the beloved of God. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഇത്തരം കഷ്ടാനുഭവങ്ങൾ നടത്തി. So God led him through all these sufferings. അവനെ നമുക്കൊരു മോഡലായി വെച്ചിരിക്കും. And he has placed him as a model to us. എന്തിനാ ഇയ്യോബിന്റെ പുസ്തകം ഈ ബൈബിളിൽ വെച്ചിരിക്കുന്നത്? Why the book of Job is placed in the Bible? ആമേൻ. Amen. നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? Have you read that book? വായിക്കണം പല പ്രാവശ്യം. We need to read it repeatedly. എന്തിനാ ഇയ്യോബിനെ കുറിച്ച് യേശു പറഞ്ഞത്? Why did Jesus mention Job? എന്തിനാ അപ്പോസ്തലന്മാർ പറഞ്ഞത്? Why did apostles mention Job? എന്തിനാ ഇയ്യോബിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? Why is the history of Job written in this book? ഇയ്യോബിനെ പോലെ കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. Because there's no other man than Job who has suffered as much as Hallelujah. this. Amen. അവന്റെ വിശ്വാസം അവൻ തെളിച്ചു കൊടുത്തു. He proved his faith. എന്തിനാ ദൈവം അവനെ അനുവദിച്ചു കൊടുത്തത്? പിശാചിന് ഇയ്യോബിനെ ബാധിക്കാൻ, അവനെ എല്ലാ തരത്തിലും ബാധിക്കാൻ ദൈവം എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത്? Why did God gave him up to the hands of Satan to test him, to suffer? ദൈവത്തിന്റെ വിശുദ്ധത്തിൽപ്പെട്ട കാര്യമാണ്. Because it is things which is in his God's wisdom. ലോകം മുഴുവൻ അവനെ വെറുത്തു. The whole world rejected him. അവൻ ആ സിറ്റിയുടെ ജഡ്ജായിരുന്നു. ആ പട്ടണത്തിന്റെ ആ ദേശത്തിന്റെ ന്യായാധിപനായിരുന്നു ഇയ്യോബ്. Because Job was a judge in that city. ഹല്ലേലൂയ. അവൻ സാധാരണ വ്യക്തിയൊന്നും അല്ല. അവൻ He's not a normal man. അവൻ എല്ലാവരും വെറുത്തു. But now everyone has rejected him. എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. Everyone is mocking him. അവന്റെ അവസാനം അവന്റെ ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ. And in the end his own wife said to reject God. മരിക്കുക.
she says to curse at God and die. അയ്യോ, അവള് ദൈവത്തെ വെറുത്തിട്ട് പറഞ്ഞ കാര്യമല്ല. She was not saying this because she hated God. അവൾക്ക് അവിശ്വാസം ഉള്ളതുകൊണ്ട് പറഞ്ഞതല്ല. She did not say because she was having unbelief. ഇത്ര മാന്യനായ ഒരു ഇയ്യോബ്, ഇത്ര വിശുദ്ധനായ ഒരു ഇയ്യോബ് ഇത്രമാത്രം നരകിച്ചത് കണ്ടപ്പോൾ ആ വേദനയിൽ അവൾ പറയാ മതി. She sees this most honorable man, this man who was having that high status, suffering in this very bad stage. From that pain, she says, "It is enough. Just ഞാൻ go ഒരിക്കലും die." ചിന്തിക്കുന്നില്ല ഇയ്യോബിന്റെ ഭാര്യ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. I do not at all think that the wife of Job has rejected God and spoken. ഈ നീതിമാനായ വിശുദ്ധനായ മനുഷ്യൻ നരകം അനുഭവിക്കുന്നത് തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ അവൾ അങ്ങനെ പറയുക. She just spoke that because she's seeing this righteous and most justified man suffering hell. യോബിന്റെ ഉച്ചി മുതൽ പാദം വരെ പിശാച് ബാധിച്ചിട്ട് മുഴുവനും പഴുത്ത വ്രണമായി പുഴുക്കൾ ആ സകലം ശരീരത്തിലൂടെ എഴഞ്ഞു നടക്കുകയാണ്. She sees Job covered from head to toe with boils and he's covered in worms. ആ പുഴു അവൻ അരിക്കുകയാണ്, They are പുഴു അവനെ തിന്നുകയാണ്, eating away at his flesh. നാറ്റം അസഹനീയമാണ്, And the stench is unbearable. അവൻ അനുഭവിക്കുന്ന വേദന വാക്കുകൾക്കപ്പുറമാണ്. And his pain is beyond words. ഇതെല്ലാം കാണുമ്പോൾ ദൈവം എന്താ സന്തോഷിക്കുകയാണോ? When God sees all the things, is he rejoicing in this? ദൈവത്തിന് അവനോട് സ്നേഹവും സഹതാപവും വേദനയും ഇല്ലേ? Does he not have compassion and love towards Job? ദൈവം അങ്ങനെ അനുവദിക്കുകയാണ്. But God is allowing this. ദൈവം അങ്ങനെ അനുവദിക്കുകയാണ്. God is just allowing this to happen. അവസാനം അവന്റെ വിശ്വാസത്തിൽ അവൻ ജയിച്ചു. But at the end he has the victory in faith. സാത്താൻ കംപ്ലീറ്റ് പരാജയപ്പെട്ടു. And Satan he has completely surrendered. സാത്താൻ കംപ്ലീറ്റ് പരാജയപ്പെട്ടു, മൊത്തത്തിൽ പരാജയപ്പെട്ടു. And Satan faced a complete disappointment. അവൻ നാണം കെട്ടു. He's now ashamed. അങ്ങനെ ദൈവം യോബിനെ എത്തിച്ചത് നമുക്കൊരു മാതൃകയാക്കി പുസ്തകത്തിൽ എഴുതി വെക്കാനാണ്. And God led Job through that to give him that end of that and to write him for us as a model to us. ജീവിതത്തിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ നാമം നിമിത്തം നിന്റെ ഭക്തി മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ നിന്റെ വീട്ടുകാരും പ്രിയപ്പെട്ടവരും നാട്ടുകാരും ഒക്കെ നിന്നെ യേശുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ നിന്റെ വിശ്വാസത്തിൻ്റെ പേരിൽ പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ ഈ ചിത്രം നിൻ്റെ അകത്ത് വരണം. So that when you face problems and mocking from your family, from your co-workers, from your friends, for the name of Christ, for the sake of your faith, this picture should be in your heart. യോബിനൊന്നോർത്താൽ ദൈവത്തെ തള്ളി പറയത്തില്ല. If you just remember the case of Job, you will not reject God. യോബിനെ ചിന്തിച്ചാൽ, യോബിനെ കുറിച്ച് ഓർത്താൽ നീ ദൈവത്തെ തള്ളി പറയത്തില്ല. If you just remember about Job, you will never reject God. യോബിനുണ്ടായ കഷ്ടം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. None of us here have experienced the suffering of Job. ഈ പുതിയ ഉടമ്പടിയിൽ നല്ലൊരു പദമുണ്ട്, സഹിഷ്ണുത എന്നൊരു പദമുണ്ട്. There's a very good phrase in the New Testament that is perseverance. ഒരു വിശ്വാസിയുടെ പൂർണ്ണത കാണിക്കുന്ന, മെച്യൂരിറ്റിയെ കാണിക്കുന്നതിൻ്റെ പദമാണ് സഹിഷ്ണുത. And this phrase perseverance shows the maturity of the believer. അത് യേശുവിൽ കാണാൻ പറ്റും സഹിഷ്ണുത. And we can see this perseverance in Christ Jesus. ഇന്നത്തെ വെളിപ്പാട് പുസ്തകത്തിൽ മറ്റനേക ഭാഗത്തും സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം നീ കാത്തു. സഹിഷ്ണുത, പെർസിവിയറൻസ് ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് പുസ്തകത്തിൽ. And the doctrine of perseverance, of the word of perseverance is mentioned throughout the Bible and especially in the book of Revelation. നീ ക്രിസ്തുവിൽ വളരുമ്പോൾ ലഭിക്കുന്ന ഗുണമാണ്, ശ്രേഷ്ഠമേറിയ ഗുണമാണ് സഹിഷ്ണുത. This is an important blessing or benefit that you receive as the more you grow in Christ. ആ സഹിഷ്ണുതയുടെ ഉദാഹരണമാണ് യോബ്. And the example of perseverance is Job. ഹല്ലേലൂയ. Amen. ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും വേണ്ട വിശ്വാസ ജീവിതത്തിന് മാതൃകയാക്കാൻ, അനുഗമിക്കാൻ പറ്റിയ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ ഈ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. And God has placed many great figures in the Bible that we can follow in their footsteps. അവരൊക്കെ അനുഭവിച്ച കഷ്ടം എത്ര വലുതാ. The
sufferings they had is very great. അവരൊക്കെ അഭിമുഖീകരിച്ച ആ വിശ്വാസത്തിന്റെ പോരാട്ടം എത്ര വലുതാ. The trials of faith they faced are very great. അവസാനം ദൈവത്തിന്റെ പുത്രനെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കി ദൈവം അവതരിപ്പിച്ചിരിക്കുക. And finally he has given us his son in front of all mankind as a model and example. അപ്പോൾ നിങ്ങൾ പറയും അത് യേശുവായിട്ടല്ലേ അങ്ങനെ ജയിച്ചെന്ന് പറയും. So then you will say is it not because he's Jesus he has overcome? അവൻ യേശുവായിട്ടല്ലേ കഷ്ടത്തെ സഹിച്ചത്. He suffered as Jesus. അല്ല, അവൻ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. But no, he lived as a man. അവനെ കഷ്ടങ്ങളിലൂടെ ദൈവം തികഞ്ഞവനാക്കി. And God perfected him or made him complete through suffering. അതുകൊണ്ട് അവൻ രക്ഷാനായകനായി. And because of that he became the author of salvation. അബ്രഹാം 25 വർഷമെടുത്ത് വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് അവൻ വിശ്വാസിയുടെ പിതാവായി. Abraham, because he stood in that God's purpose for 25 years, he became the father of faith. മോശ 40 വർഷം വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് മോശ നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃകയായി. And Moses became a great example for all believers because he stood with God, stood in the faith for 40 years. യോബ് കഠിനമേറിയ കഷ്ടത അനുഭവിച്ച് ജയിച്ചതുകൊണ്ട് അവൻ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹിഷ്ണുതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉത്തമ ഉദാഹരണമായി മാറ്റപ്പെട്ടു. Now Job, because he suffered that much of great stuff, he is now a great example and model for those of us who are going through sufferings. നിങ്ങളുടെ മേൽ എന്തെങ്കിലും ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ, if you have any thing that God has purposed in your life, എന്തെങ്കിലും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ, in any ways God has, in any matter God has a purpose on your life, ദൈവം നിങ്ങളെ ഇത്തരത്തിലുള്ള പല മേഖലയിലും കടത്തിവിടും. in these manners God will lead you through all these things. അതൊക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടാം, പ്രയാസപ്പെടാം. And when you go through it, when you suffer these things, you may be discouraged and you may have pain. അപ്പോൾ ദൈവം പറയും അബ്രഹാമിനെ നോക്ക്, Then God will say, look unto Abraham, യോബിനെ നോക്ക്, look at Job, മോശയെ നോക്ക്, look at Moses, ജോസഫിനെ നോക്ക്, look at Joseph, ദാവീദിനെ നോക്ക്, look at David, എൻ്റെ പുത്രൻ യേശുവിനെ നോക്ക്. and look at my son Jesus. അവൻ പോലും തികഞ്ഞവനായത് കഷ്ടാനുഭവങ്ങളിലൂടെയാണ്. Because even Jesus was perfected through sufferings. ആ ദൈവത്തിന്റെ മാർഗം, ക്രമം അതാണ്. This is the way of God. This is a principle of God. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല, താമസിക്കുന്നു പറയുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകരുത്. So don't waver away when you see God is delaying to answer your prayer. ദൈവം ഒരിക്കലും വൈകുന്നില്ല. God never delays. അവൻ ഒരിക്കലും വൈകുന്നില്ല. He never delays. അവന്റെ ജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Because he is he's working in the background in the time of his അവൻ wisdom. നിങ്ങളെ അവന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിട്ടുണ്ട്. And he bears you in his hands. നിങ്ങളുടെ ഭാവി അവൻ അവന്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിട്ടുണ്ട്. He has written down your future in his hands. നിങ്ങളുടെ ഹസ്തരേഖയിൽ, കൈരേഖയിലല്ല നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. Your future is not in your hands. ഏതെങ്കിലും ജ്യോതിഷികൾ പറഞ്ഞ, ആഭിചാരകന്മാർ പറഞ്ഞ, അവർ എഴുതിയ ആ ജാതകത്തിലോ ആ പുസ്തകത്തിലോ അല്ല നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. Your future is not in the hands of witchcrafters who read your palms and have written down the books. നിങ്ങളുടെ ഭാവി അവന്റെ കരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. Your future is written in his hands. നിങ്ങൾ അവന്റെ ഹൃദയത്തിലുള്ളവരാണ്. You are people who are in his heart. ഇന്ന് എത്ര കഷ്ടമനുഭവിച്ചാലും, So today, no matter how much sufferings we are going എത്ര through, പ്രയാസത്തിലൂടെ കടന്നുപോയാലും, no matter how much trials we go through, ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന അവന്റെ വാഗ്ദത്തം തക്ക സമയത്ത് നിവർത്തിക്കും. God in his perfect time he will fulfill all the promises he has placed on your life. 10 മിനിറ്റ് കൊണ്ട് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കും. And I'm going to conclude this message within 10 to 15 minutes. ഇത്രയും പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. And till this point I've spoken in the guidance of Holy Spirit. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. This is for you and for me. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ ഉറപ്പിക്കട്ടെ. Let Holy Spirit strengthen this in our heart. വിശ്വാസത്തിൽ ഉറച്ചിരിക്കട്ടെ. Let us be strengthened, be rooted in faith. നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെയില്ലെങ്കിലും, നിങ്ങളുടെ കൂട്ടുകാർ കൂടെയില്ലെങ്കിലും, നിങ്ങൾ ഫെയ്ത്തിൽ ഉറച്ചിരിക്കട്ടെ. Even if your partner is not with you, if your friends are not along with you, you should be strengthened, rooted in faith. ഹല്ലേലൂയ. Amen. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫാസ്റ്റിംഗ് ഡേയ്സിൽ ദൈവം തന്നത്. God has given us 3 important things in these days of fasting. ഞാനതൊന്ന് ഓർപ്പിച്ചിട്ട് ഒരു മാക്സിമം 10 മിനിറ്റ്സ് കൊണ്ട് ഈ പ്രസംഗം നിർത്താൻ ശ്രമിക്കാം. And I'd like to remind everyone of these things and conclude my message. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും.
God will fulfill His അത് promises. അവൻ്റെ സമയത്ത് അവൻ അങ്ങനെ തന്നെ ചെയ്യും. And in His time, in His own way, He will do it. നമ്മൾ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കണം. We need to have faith or hope against hope. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. We need to speak within ourselves the words of faith. അവിശ്വാസത്തിനും സംശയത്തിനും നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. We should never give a place or a room for doubt and unbelief in our ദൈവത്തിൻ്റെ heart. പ്രവൃത്തിക്കെതിരെ അന്യോന്യം സംസാരിക്കരുത്. And we should refrain from speaking to one another against the promises and the ഞാൻ plans വീണ്ടും of God. പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരെ നിങ്ങൾ അന്യോന്യം സംസാരിക്കരുത്. And I repeat once again, don't speak to one another against the work of God. ദൈവത്തിന് കൂടെ ചേർന്ന് സംസാരിക്കണം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് When you സംസാരിക്കണം. talk along with God. അവൻ വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനും ശക്തനുമാണ്. God is the one who gave us promises and He is faithful and powerful to fulfill them. 3 കാര്യങ്ങൾ. 3 things. നമ്മുടെ ഹൃദയത്തിലുള്ള ദുർനിക്ഷേപങ്ങളെ മുഴുവനും നീക്കം ചെയ്യണം. First thing, we need to remove all the evil treasures which are in our heart. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. This thing we ourselves need to do. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനത് അങ്ങ് ഏറ്റെടുക്കും. And when we begin to do this, God will take it up. അവൻ നമ്മെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കും. And He will completely sanctify അത് us. നമുക്ക് വലിയൊരു സമർപ്പണം വേണം. For this, we need a great deal of submission. ഒരു തീരുമാനം വേണം. We need to have a great deal of decision. പരിശുദ്ധാത്മാവിന്റെ കൂടെ പ്രവർത്തിക്കണം. And we need to work along with the Holy Spirit. നമ്മുടെ അകത്ത് കിടക്കുന്ന ഒത്തിരി അശുദ്ധികളുണ്ട്. There's many uncleannesses in us. പാരമ്പര്യമായി വന്ന ഒത്തിരി അശുദ്ധികളുണ്ട്. There's a lot of uncleanness in us which we have received from our അമ്മയുടെ generations. ഗർഭത്തിൽ തുടങ്ങിയ കുറെ അശുദ്ധികളുണ്ട്. And we have a lot of uncleanness in us which we received from the womb of our mother. വളർച്ചയുടെ പടവുകൾ അകത്ത് വന്ന അശുദ്ധികളുണ്ട്. There are uncleannesses which came through us as throughout our days of നമ്മൾ അതിനെ growing. കാണണം. We need to see it. അതുമായിട്ട് നമ്മൾ പോരടിക്കണം. And we need to wage a battle against it. വിശുദ്ധീകരിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. We need to surrender ourselves into His hands to be രണ്ടാമത് sanctified. നമുക്ക് Secondly, വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമേറിയ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. and secondly, we need a faith, the utmost perfect, pure faith. ഒരു ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ശ്രേഷ്ഠമേറിയ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. We are in need of that finest of faith. ആ ദൈവം നമുക്ക് തരും. And God will give that to us. നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. Because we have the spirit of faith. നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ ആത്മാവുള്ളതുകൊണ്ട് അവൻ നമ്മുടെ അകത്ത് ആ വിശ്വാസത്തെ ജനറേറ്റ് ചെയ്യും. Because the spirit of faith is in us, He will generate that faith in us. നമ്മൾ അതിന് കൂടെ നിൽക്കണം. We need to stand with Him. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. And we need to desire for faith. 3, ജഡത്തിൽ നിന്നും നമ്മൾ സമ്പൂർണ്ണമായ ആത്മാവിലേക്ക് മാറണം. And thirdly, we need to shift completely from the flesh to the നമ്മൾ spirit. അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. When we pray, we need to desire for this. നമ്മൾ മിക്കപ്പോഴും ജഡത്തിലാണ്. At most times we are in the flesh. ജഡത്തിൽ നിന്നും നമ്മൾ വേഗത്തിൽ ആത്മാവിലേക്ക് മാറുന്ന ഒരു ദൈവിക അഭ്യസനത്തിലേക്ക് വരണം. But we need to come to the godly training or discipline of coming back to the spirit from the ഒരു flesh. ഉദാഹരണം പറയാം. I'll say an example. നിങ്ങൾ പെട്ടെന്നൊരു ബാഡ് ന്യൂസ്, ഒരു മോശമായ വർത്തമാനം കേട്ടു. Suddenly you heard a bad news. പെട്ടെന്ന് നിങ്ങളുടെ അകത്ത് ഭയങ്കര ഭാരം വന്നു. And suddenly you feel that anxiety coming up. വലിയ ടെൻഷൻ ഉണ്ടായി. You feel the tension. അസ്വാഭാവികമാണ്. That is natural. പക്ഷെ അടുത്ത ക്ഷണത്തിൽ നിങ്ങൾ അറിയണം, ഈ ഭാരത്തിൽ ഞാൻ തുടരുന്നത് അത് ഞാൻ ജഡത്തിലായതുകൊണ്ടാണ്. But the next moment itself, we need to realize that I am continuing in this tension and anxiety because I am in the flesh. എനിക്ക് ആത്മാവിലേക്ക് മാറണം. I need to move back to the spirit. ആത്മാവിൽ കയറുമ്പോൾ എനിക്ക് അവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. And when I enter into the spirit, I will have peace and rest. ആമേൻ. Amen. നിങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് നിങ്ങളുടെ മുമ്പിൽ വന്നു. Now suppose you're walking and suddenly you say അത് snake പത്തി comes at വിരിച്ച് you. നിങ്ങളെ കൊത്താൻ നിൽക്കുകയാണ്. And it is right at you to bite you. നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി. And you suddenly fear. അസ്വാഭാവികമാണ്. That is a natural thing. നിങ്ങൾ തിരിഞ്ഞു ഓടി. And you turn back to run. ഇപ്പോൾ നിങ്ങളകത്ത് വലിയ ഭയമുണ്ട്. And you feel that fear in you. ആ ഭയം സ്വാഭാവികമാണ്. That fear is a natural instinct. പക്ഷേ അത് നിങ്ങൾ ആത്മാവിൽ അല്ലാത്തതുകൊണ്ട് ആ ഭയം നിൽക്കുന്നത്.
but it remains in you because you are not in the Spirit. നിങ്ങൾ അടുത്ത ക്ഷണം അറിയണം, ഞാൻ ആത്മാവിലേക്ക് മാറണം. So the next moment itself you need to realize I need to move back to ആ the Spirit. ഭയത്തിൽ നിന്നും പുറത്തു വരണം. I need to come out of that fear. ആത്മാവിൻ്റെ ചിന്ത ആ സമാധാനമാണ്, സ്വസ്ഥതയാണ്. The thought of the Spirit is peace and it is rest. അപ്പം ഇങ്ങനെ നമ്മുടെ അകത്ത് വരുന്ന എല്ലാ പാപമാകട്ടെ ഭാരമാകട്ടെ എന്തുമാകട്ടെ അടുത്ത ക്ഷണത്തിൽ നിങ്ങൾ ആത്മാവിലോട്ട് മാറണം. So in this manner, whatever it may be sin, a burden or an tension or an anxiety, whatever comes in that same next moment, you need to come back to the Spirit. ഇങ്ങനെ നമ്മൾ ആത്മാവിൽ പരിശീലിപ്പിക്കണം. In this manner, we need to discipline or train in the Hallelujah. Spirit. Hallelujah. 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 നിങ്ങൾ ആത്മാവിലാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ ഈസിയായി മാറ്റപ്പെടും. So when you are in the Spirit, whatever you do, it will be easy. നിങ്ങൾ ഭാരത്തോടുകൂടെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വളരെ ഭാരമുള്ളതായി തീരും. When you do some things with burden in your heart, it will become more burdensome to you. നിങ്ങൾ ചെയ്യുന്ന ജോലി ഓഫീസിലാകട്ടെ വീട്ടിലാകട്ടെ നിങ്ങൾ ആത്മാവിൽ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ടാകും. So whatever you do, may it be the work, the office work, at home, whatever you're doing, if you do it in the Spirit, it will become full of joy for you. അപ്പോൾ ഇങ്ങനെ ഒരു പരിശീലനം നമ്മുടെ അകത്ത് ഉണ്ടാക്കിയെടുക്കണം. So we need to have this we need to be trained in this manner. ഈ ഒരു പരിശീലനം ഉള്ളപ്പോൾ നമ്മൾ വേഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂടെ സഹകരിക്കാൻ തുടങ്ങും. So when we receive this kind of training, we'll be quick to come back to the Spirit. നമ്മൾ ദൈവത്തിന്റെ തേജസ്സിനെ വഹിക്കുന്ന തേജസ്സിന്റെ ശുശ്രൂഷകരാകണമെങ്കിൽ ഇത്തരത്തിൽ നമ്മെ അഭ്യസിപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord Jesus Christ desires to train us in this manner so that He can make us the vehicles of the carriers of glory and ministers of glory. ഞാൻ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. I would like to read one scripture and conclude the message. തിമോഥെയോസിന്റെ ലേഖനം, രണ്ടാം ലേഖനം, The second epistle of Timothy, രണ്ടാം അധ്യായം, chapter 2. അതിൽ ഒരു വാക്യം വായിക്കുന്നു. I read one verse, 21 വാക്യം. verse 21. തിമോഥെയോസ് രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 21 വാക്യം. 2 Timothy chapter 2 verse 21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. Therefore, if anyone cleanses himself from the latter, he will be a vessel for honor, sanctified and useful for the master, prepared for every good work. Amen. Amen. എനിക്ക് ഒരു കാര്യം മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ സമയമുള്ളൂ. I want to just focus on one thing in this scripture. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. If anyone cleanses himself from the latter, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. cleanses himself. Amen. Amen. എന്താണ് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ? Cleansing oneself. ഹല്ലേലൂയ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. This is a very important phrase. തന്നെത്താൻ വെടിപ്പാക്കണം. We need to cleanse ourselves. അതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം പറയാൻ സമയം എനിക്കില്ല. I don't have the time to explain on the context here. ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് മോള് പറഞ്ഞിരിക്കുന്നത്. The context before it is in the context of ministry. ശരിയായ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക അവിടെ. It is talking about the true doctrine. ശരിയായ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുക It is അവിടെ. talking about the true ministry. അവിടെ തെറ്റായ നിലയിൽ ശുശ്രൂഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. There is a lot of people who do ministry in the wrong sense. അവർ അനീതി ചെയ്യുന്നവരാണ്. And they are doing unrighteousness. അത് പറയാണ് വാക്യം 19. And then it says in verse 19. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. Verse 19. Nevertheless, the solid foundation of God stands, having this seal: the Lord knows those who are His, and let everyone who names the name of Christ depart from iniquity. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ. Let everyone who names the name of Christ depart from iniquity. നോക്കി, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ. Everyone who names the name of Christ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം കർത്താവേ കർത്താവേ യേശു എന്ന് പറയുന്ന ആൾക്കാരല്ലേ? We who are seated here, we call on the name of Christ. എന്ത് ചെയ്യണം? What should we do? അനീതി വിട്ടകലണം. We should depart from iniquity. Amen. Amen.
അനീതി വിട്ടകലണം. We need to depart from unrighteousness. ഹല്ലേലൂയ. Amen. എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. And then it is given example വാക്യം there. 20 ഒരു വീട്ടിൽ വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. But in a great house there are not only vessels of gold and silver, but also wood and clay, some for honor and some for dishonor. ശരിയാ, അത് മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ ഒത്തിരി ടൈപ്പിലുള്ള പാത്രങ്ങളുണ്ട്. In a house there's different kinds of vessels. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള There are പാത്രങ്ങളുണ്ട്. vessels made of gold and made of silver. മരം കൊണ്ടും മണ്ണ് കൊണ്ടുള്ള There are പാത്രങ്ങളുണ്ട്. vessels made of wood and made of clay. ചിലത് മാന്യകാര്യത്തിന് ഉപയോഗിക്കും, Some are used for honorable purposes. ചിലത് ഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. Some are used for dishonorable purposes. അവിടുത്തെ പോയിന്റ് അതാണ്. That is the point in this place. Amen. Amen. ആ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, And after this example it says, ഇവയെ വിട്ടകലുന്നവൻ, therefore if anyone cleanses himself, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, if anyone cleanses himself from the lake, യജമാനന് ഉപയോഗമാകുന്ന തല വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്നവനായി he തീരും. will be a vessel for honor, sanctified and useful for the master, prepared for every good work. ഒരു വീട്ടിൽ ശ്രേഷ്ഠമേറിയ പാത്രമുണ്ട്, In a house there's vessels for honor, ചിലത് ഹീനമായ പാത്രങ്ങളുണ്ട്, and there are vessels which do not have അതിൽ that വില honor. കുറഞ്ഞ പാത്രങ്ങളുണ്ട്. They are inexpensive ചിലത് vessels. മാന്യമായ കാര്യത്തിനും ചിലത് ഹീനമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കും. And some are used for good things, for good purpose, and some are not used for that. എന്നാൽ നാം നമ്മെ തന്നെ വെടിപ്പാക്കിയാൽ, But if we cleanse ourselves, നമ്മെ തന്നെ വെടിപ്പാക്കിയാൽ, if we cleanse ourselves, സകല അനീതിയും വിട്ട് നമ്മെ തന്നെ ശുദ്ധീകരിച്ചാൽ, if we sanctify ourselves, departing from every kind of ദൈവം നമ്മെ iniquities, മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. God will use us for honorable things. ഹല്ലേലൂയ. Amen. എത്ര പേർ ആഗ്രഹിക്കും ദൈവം എന്നെ മാന്യമായ ശ്രേഷ്ഠമേറിയ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന്? So how many of us here desire for this, that God will use us for honorable things? ദൈവത്തിന്റെ മുമ്പാകെ ഒരു മാനപാത്രമാകണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു? Who desires to become a vessel of honor before God? അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. If God has to use in this manner, you need to cleanse yourself. സകല അനീതിയും വിടണം, You need to depart. You need to let go of every സകല kind of അശുദ്ധികളും uncleanness. വിടണം, You need to stay away from all these ലോകത്തിന്റെ iniquities. സകല മോഹങ്ങളും വിടണം, You need to let go of all the lust of the world. ജഡത്തിന്റെ സകല പ്രവൃത്തികളും വിടണം, You need to let go of all the works of the flesh. പാപത്തിന്റെ സകല പ്രവൃത്തികളും വിടണം. You need to depart from all the works of എന്റെ sin നമ്മെ തന്നെ വെടിപ്പാക്കണം, and cleanse ourselves. നമ്മെ തന്നെ We need വിശുദ്ധീകരിക്കണം. to sanctify ourselves. അങ്ങനെ നമ്മെ തന്നെ വെടിപ്പാക്കുമ്പോൾ, Like in this manner, when we cleanse നമ്മെ ourselves, തന്നെ ഒരുക്കുമ്പോൾ, when we prepare ourselves, ദൈവം നമ്മെ മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. then God will use us for honorable purposes. നമ്മുടെ വിഷയം ദൈവത്തിന്റെ ഗ്ലോറി, ഷെക്കീന ഗ്ലോറി, കാബോദ് നമ്മിൽ നിറയുക എന്നുള്ളതാണ്. Our matter is that God's glory, His presence, His Shekinah glory will fill in us. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചില പദങ്ങൾ കണ്ടിരുന്നു. We saw some phrases in the last നമ്മെ Sunday. ദൈവം നമ്മെ അവന്റെ എല്ലാ നിറവോളം നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. God desires to fill us with all His fullness. നിങ്ങളൊന്നും മറന്നു പോകരുത്. Do not forget this. നാം എന്തിനാ നമ്മൾ തന്നെ ശുദ്ധീകരിക്കുന്നത്? Why are we cleansing ourselves? നമ്മെ തന്നെ എന്തിനാ വെടിപ്പാക്കുന്നത്? Why are we sanctifying ourselves? ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാനാ. To be filled with all the fullness of God. ക്രിസ്തു എന്ന തലയോളം വളർന്നു വരാനാ. To grow up to the head of Christ. ക്രിസ്തു എന്ന സമ്പൂർണത, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കാനാ. To receive, to attain to the fullness of the perfection of Christ. ക്രിസ്തുവിന്റെ പുരുഷത്വം To പ്രാപിക്കാനാ. receive the manhood of Christ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനാ. To become like Christ. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനായി തീരാൻ വേണ്ടിയാ. To be transformed and conformed to the image of Christ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ To be വേണ്ടിയാ. filled with the Holy Spirit. ദൈവത്തിന്റെ ജീവനാൽ നിറയപ്പെടാൻ To വേണ്ടിയാ. be filled with the life of God. ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ വേണ്ടിയാ. To be filled with the strength of നമ്മെ God. കുറിച്ച് ദൈവത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്. God has a great desire for us. നിങ്ങൾ പ്രസംഗിക്കാൻ വന്നാലും ശുശ്രൂഷിക്കാൻ വന്നാലും വന്നില്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. Though you will come for the preaching or not, God has a great purpose for നിങ്ങൾ you. ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണം. You need to come
to be filled with the fullness നിങ്ങൾ of God. യേശുക്രിസ്തുവിന്റെ പുരുഷത്വം You പ്രാപിക്കണം. need to receive the manhood of Christ. നിങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരണം. You need to become like Christ. ഇത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ This ആഗ്രഹമാണ്. is the greatest desire and purpose of God in our അതിനുവേണ്ടി lives. ദൈവം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. For this reason He is working in us. അവൻ നമ്മെ He is ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. sanctifying us. ദൈവത്തിന് നമ്മളെ അങ്ങനെ ഈ ഭൂമിയിൽ കൊള്ളാകുന്ന ശ്രേഷ്ഠമേറിയ മാന്യതയുള്ളവരാക്കി തീർക്കാൻ വലിയ പദ്ധതി ഉണ്ടെന്ന് Yes, അറിഞ്ഞിരിക്കണം. we need to know that God has this great purpose to make us in this, to train us up in this way. അതിന് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. For this we need to cleanse ourselves. നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. We need to sanctify നമുക്കറിയാം, ourselves. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചപ്പോൾ നമ്മോട് ദൈവം പറയുന്ന വാക്യങ്ങൾ, അതായത് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ള വാക്യങ്ങൾ അനേകമാണ്. In these past days when I was carefully examining the word of God, I saw there's many scriptures telling us about ourselves to cleanse ourselves. ദൈവം നമ്മെ ശുദ്ധീകരിക്കാമെന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്. There are scriptures which say God will sanctify us. അവൻ അത് നിവർത്തിക്കും, അവൻ വിശ്വസ്തനാ, നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. And He says He is faithful, He will sanctify us, He will fulfill it. ദൈവം തന്റെ വിശുദ്ധി നമ്മിൽ നിറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. He says He will fill us with His holiness. അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്. And there are many scriptures like that. ദൈവം എന്നോട് പറയുന്നതാണ് ഏറ്റവും അധികം, ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കണം, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കണം എന്ന നിരവധി വാക്യങ്ങൾ കൂടെ But പറഞ്ഞിരിക്കുക. there's many more scriptures which says that God is telling me that I need to sanctify myself, I need to cleanse myself. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. But one thing I understood is that I cannot cleanse myself. പിന്നെ എന്തിനാ കർത്താവ് ഇത്ര മാത്രം വചനത്തിലൂടെ നീ എന്നോട് പറയുന്നത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ? Then why, Lord, are you saying to me in these many scriptures that I need to cleanse myself? അതൊരു വലിയ മർമ്മമാണ്. That is a great mystery. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. And I cannot go into that right now. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ പറയാം, But one thing I will say to you, എന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് എൻ്റെ ക്രിയാത്മകമായ വളരെ ആക്റ്റീവായ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. that God needs a very active participation from my side. അപ്പം ഞാൻ അങ്ങനെ എന്നെ തന്നെ വെടിപ്പാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, So when I stand in this manner to cleanse myself, അതിൽ വലിയൊരു ഭയവും വിറയലും എൻ്റെ അകത്തുണ്ടാകുമ്പോൾ, when there is a great fear and trembling within me, കർത്താവ് എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. God will begin to work in me. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി എന്നിൽ പ്രവർത്തിക്കുന്നത്. For it is God who wills and works to do in our hearts according to His good pleasure. ഞാൻ ഒരു കാര്യം പറയാം, I will say one more thing. നമ്മൾ എല്ലാവരും ജയാളികളാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that each one of us here will become an overcomer. നമുക്ക് അബ്രഹാമിന്റെ കഥ പറയാം, We can talk about the story of Abraham. യാക്കോബിന്റെ കഥ പറയാം, We can say the story of Jacob. യോബിന്റെ കഥ പറയാം, We can say or talk about the story of Job. ജോസഫിന്റെ കഥ We പറയാം. can talk about Joseph. അവരൊക്കെ ജയാളികളായി തീർന്നു എന്ന് പറയാം. We can say they all became overcomers. എന്റെയും നിങ്ങളുടെയും പേരുകൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും അതുപോലെ ജയാളികളായവരാണെന്ന് ദൈവത്തിന് അഭിമാനിക്കണം. Now God desires to write each one of our names in His book, that we also have become victorious, that we have become overcomers like them. He wants to be honored. മക്കൾ ജയാളികളാകണമെന്നുള്ളത് അപ്പന്റെ ആഗ്രഹമാണ്. It is the desire of a father that his children should become overcomers and victorious in life. നിങ്ങൾ എന്നെ കേട്ടെ, Listen to me. നമുക്ക് എഴുന്നേക്കാം. Let us stand. പക്ഷെ എന്നെ കേൾക്കണം, ഒരു ഫ്യൂ മിനിറ്റ്സും കൂടെ. But listen to my words. പിശാച് അവൻ്റെ എല്ലാ മൂലകങ്ങളും നമ്മുടെ അകത്ത് ഇട്ടിട്ടുണ്ട്. Satan has sowed all his seeds in us. ഒരുമിച്ച് എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ Let us വേണ്ടി stand together. We are going to pray. പിശാച്, എന്നെ കേൾക്കണം നിങ്ങൾ, Listen to me. Satan, അവൻ്റെ പാപം നമ്മുടെ അകത്തിട്ടിട്ടുണ്ട്. he has sown his sin in us. എത്ര പാപമാണ് നമ്മുടെ അകത്തുള്ളത്, How much sin do we have in us? എത്ര അശുദ്ധി നമ്മുടെ അകത്തുള്ളത്. We see how much uncleanness we have. നമ്മുടെ അകത്ത് മരണം കിടക്കുക, Death remains in us. പാപത്തിന്റെ മൂലകങ്ങൾ അകത്ത് കിടക്കുക, The roots of sin is in us. പിശാചിന്റെ മൂലകങ്ങൾ അകത്ത് കിടക്കുക. The seeds of Satan is in us. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഇതിനൊന്നും വേണ്ടിയല്ല കേട്ടോ. God did not create us for all these things. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്താൽ നിറയപ്പെടാന്. God created us to be filled
with him with all his ദൈവം നമ്മെ fullness. സൃഷ്ടിച്ചത് അവന്റെ ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയാണ്. God created us that we may be filled with his spirit. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവന്റെ വിശുദ്ധിയാൽ നിറയപ്പെടാൻ God വേണ്ടിയാണ്. created us that we may be filled with his holiness. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവന്റെ തേജസ്സാൽ നിറയപ്പെടാൻ God വേണ്ടിയാണ്. created us that we may be filled with his പക്ഷെ glory. ഇപ്പൊ നമ്മുടെ അകത്ത് എന്താ നിറഞ്ഞിരിക്കുന്നത്? But now what are we filled with? അപ്പന്റെ നന്മയൊന്നുമില്ല. There's no the blessings of Father in us. അപ്പന്റെ നന്മകളാലല്ല നാം നിറഞ്ഞിരിക്കുന്നത്. We are not filled with the goodness of our Father. ദൈവത്തിന്റെ സൃഷ്ടികളിൽ നിന്ന് വീണുപോയ ഒരുവന്റെ അശുദ്ധികളാൽ നമ്മുടെ ഉള്ളം നിറഞ്ഞിരിക്കുക. Our inner being is filled with all the seeds of the one who was fallen away from God. നമ്മുടെ ശരീരത്തിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? What is filled in our bodies? സകല അശുദ്ധികൾ. There's all kinds of uncleanness. എല്ലാ പാപത്തിന്റെ മൂലകങ്ങൾ. All the stuff of sin. Of all the elements of sin. നമ്മുടെ ബോഡി രോഗം നിറഞ്ഞിരിക്കുക. There's sickness in our flesh. പാരമ്പര്യ രോഗം നിറഞ്ഞിരിക്കുക. There's sickness which came from our genetics. നമ്മുടെ ബോഡി ദിവസവും ദ്രവിക്കുകയല്ലേ? It's not our body daily dying. നമ്മുടെ ബോഡി മൊത്തം അശുദ്ധമല്ലേ? It's not our body fully unclean. നമ്മുടെ പ്രാണൻ എന്താ ഉള്ളത്? What is in our soul? നമ്മുടെ എന്താ ഹൃദയത്തിലുള്ളത്? What is in our heart? അപ്പന്റെ എന്തെങ്കിലും ആണോ അകത്തുള്ളത്? Is there anything that belongs to the Father? സ്വർഗ്ഗത്തിലെ അപ്പന്റെ എന്തെങ്കിലും നമ്മുടെ പ്രാണനിൽ നിറഞ്ഞിട്ടുണ്ടോ? Is there anything that belongs to our Father in heaven in our soul? പിശാചിട്ട പാപത്തിന്റെ അനന്തര ഫലങ്ങളല്ലേ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്? Is it not all the fruits of the seeds of Satan നിരാശ, in us? Depression, ഭാരം, burden, ദുഃഖം, sadness, ഭയം, fear, സംശയം, doubt, കോപം, wrath, ക്രോധം, anger. എല്ലാ ശുദ്ധികളും നമ്മുടെ All പ്രാണനിൽ. kinds of uncleanness is in our soul. ഇത് കാണുമ്പോൾ ഒരു അപ്പൻ എങ്ങനെ സഹിക്കാൻ പറ്റും? When he sees this, how the Father can bear it? നിങ്ങളിലേക്ക് നോക്കുന്ന സ്വർഗ്ഗത്തിലെ അപ്പന് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന്? How the Father can look into you and bear it? നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും ദുഷ്ടന്റെ ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുമല്ലയോ? Is not our soul and body completely filled with all the evilness of the evil one? പിശാചിന്റെ പ്രോഡക്റ്റ് ആണ് പാപം. Sin is the product of Satan. പിശാചിന്റെ പ്രോഡക്റ്റ് ആ മരണം. Death is the product of Satan. നമ്മുടെ ദേഹിൽ കിടക്കുന്ന സകല ഭാരവും ഭയവും നിരാശയും ദുഃഖവും ഒന്നും ദൈവത്തിൻ്റെതല്ല, പിശാചിന്റെ പ്രോഡക്റ്റ്. All the depression, anger, sorrow and wrath which is filled in our soul is not God's, but it is the നമ്മുടെ product of കയ്പും Satan. വെറുപ്പും പിശാചിന്റെ പ്രോഡക്റ്റ്. All our hatred and bitterness which is in us is the product of നമ്മുടെ Satan. ഈർഷ്യയും കുറ്റം പറച്ചിലും പിശാചിന്റെ പ്രോഡക്റ്റ്. All our backbiting and all our envies of Satan. നമ്മുടെ അവിശ്വാസവും സംശയവും പിശാചിന്റെ All പ്രോഡക്റ്റ്. our doubt and unbelief is of Satan. സ്വർഗത്തിലെ അപ്പന്റെ കണ്ണ് നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും അപ്പന്റെ വക നമ്മുടെ അകത്തുണ്ടോ? When God our Father looks into us, is there anything which belongs to him in us? നമ്മുടെ പേരെന്തുവാ? What is our name? ദൈവത്തിന്റെ മകനെന്ന, That I am the son of God. ദൈവത്തിന്റെ മകളെന്ന പേര്. I am the daughter of God. അപ്പന്റെ എന്തെങ്കിലും നമ്മുടെ അകത്തുണ്ടോ? That is the name, but is there anything that belongs to the ഉണ്ടെങ്കിൽ Father in എത്ര us? പെർസെന്റേജ് നമ്മുടെ അകത്തുണ്ട്? If it is there, how much percentage is it? അപ്പന്റെ സ്നേഹം നമ്മുടെ അകത്തുണ്ടോ? Is the love of the Father in us? അപ്പന്റെ ദയ നമ്മുടെ അകത്തുണ്ടോ? Is the compassion of God in us? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ഉണ്ട് If there's പ്രിയമുള്ളവരെ? anything which we have of our Father, how much അയ്യോ, percentage? എടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും പിശാചിന്റെ ഡെപ്പോസിറ്റ് അല്ലേന്ന്. If we look into ourselves, the majority of it is of the deposit of അത് Satan. കാണുമ്പോൾ വേദനിക്കുന്ന ഒരു അപ്പന്റെ ഹൃദയമുണ്ടെന്ന്. When God sees this, there's a heart that pains the Father's heart. അത് അപ്പന്റെ ഹൃദയത്തെ നുറുക്കുന്നുണ്ടെന്ന്. It hurts the Father's heart. പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് He sent his son to the world. നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. It's not only to save you. പുത്രൻ ക്രൂശിൽ മരിച്ചത് The son died on the cross. കേവലം നിനക്ക് സ്വർഗം തരാൻ It's വേണ്ടിയല്ല. not just to give you heaven. നിന്നെ പിതാവിന്റെ മുമ്പിൽ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കാൻ വേണ്ടിയാ. Is to make you stand before the Father blameless, without blemish and without any shortcoming. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. What he said is, as I am holy, you also be holy. അയ്യോ, എനിക്ക് അപ്പന്റെ വിശുദ്ധിയെക്കുറിച്ച് വിവരിപ്പാൻ സാധ്യമല്ല. I cannot explain the holiness of our Father. അതെന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒതുങ്ങുന്ന കാര്യവുമല്ല. It cannot, my understanding cannot comprehend അവൻ it. അതിപരിശുദ്ധനായ ദൈവമാണ്. He is most holy. അവൻ പറയാ നിങ്ങളും അതുപോലാകണമെന്ന്. And he says you also be like അതിനുവേണ്ടി
വേണ്ടി അവൻ വിളിച്ചത്. That is why he അതിനു called വേണ്ടി us. തന്റെ ജീവനെ തന്നത്. For that he gave us his life. അതിനു വേണ്ടി തന്റെ ആത്മാവിനെ തന്നത്. For that he gave us his spirit. അതിനു വേണ്ടി തന്റെ തേജസ് തന്നുകൊണ്ടിരിക്കുന്നത്. And for that he is giving us, he നമ്മൾ keeps giving us his ദൈവത്താൽ glory. നിറയണം. We need to be filled with God. ദൈവത്താൽ നിറയണം. We need to be filled with God. ദൈവത്താൽ നിറയണം. We need to be filled with God. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറയണം. We need to be filled with all the fullness of God. ആത്മാവിനാൽ നിറയണം. We need to be filled with the Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയണം. We need to be filled with the യേശുവിനാൽ Holy Spirit. നിറയണം. We need to be filled with തേജസ് Jesus. കൊണ്ട് നിറയണം. We need to be filled with അതാണ് glory. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. This is the purpose of God for us. അങ്ങനെ ഒരുവൻ നിൽക്കുമ്പോൾ പിശാച് പിതാവിന്റെ മുമ്പിൽ ലജ്ജിക്കും. If one person stands in this purpose, Satan will be ashamed in front of നിങ്ങൾ Father. അങ്ങനെ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പിശാച് നാണം കെട്ടുപോകും. When you are fully completed and perfected, thus Satan will be disappointed. ദൈവത്തിന് നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കണം കേട്ടോ. God wants to turn you into this. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കണം. Today morning, let us pray. നിങ്ങൾ ഈ വചനം കേട്ടിട്ട് സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മടങ്ങി പോകല്ലേ. Do not go back to your houses just praying after hearing this. പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴാക്കി ദൈവത്തിന് ചതച്ചു കളയണമെന്ന്. God wants to destroy the head of Satan under your feet. നിങ്ങളുടെ കാൽക്കീഴാക്കണം അവന്. He wants to submit Satan under your feet. എന്ന് അങ്ങനെ ആകുന്നത് When will it happen? നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിറയുന്ന ദിവസം. The day you will be filled with the holiness of God. നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയുന്ന ദിനം. The day you are filled with the glory of God. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ അശുദ്ധികളെയും കൈകാര്യം ചെയ്ത് ജയിക്കുന്ന ദിനം. The day you are completely victorious, having dealt with all your sins. ഞാൻ സഭയോട് ഒരു കാര്യം പറയാം. I'll say one thing to the church. ഞാൻ ദൈവത്തിന്റെ ജനത്തോട് ഒരു കാര്യം പറയാം. I'm telling one thing to the people of God. നിങ്ങൾ അവസാനത്തെ പാപത്തെയും ജയിക്കാതെ സാത്താൻ നിങ്ങളുടെ കാൽ കീഴെ വരുത്തില്ല. Until you have won or overcome the last sin, Satan will not be under your ഞാൻ ഒരു feet. റെവലേഷനായി പറയാം, വെളിപ്പാട് പറയാം കേട്ടോ. I'm telling this in a revelation. കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. The one who has ears to hear, let him കേൾപ്പാൻ hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ. The one who has ears to listen, let നിങ്ങൾ him hear. അവസാന പാപത്തെ ജയിക്കുന്ന അന്നാണ് സാത്താൻ നിങ്ങളുടെ കാൽ കീഴമരുന്നത്. The day when you overcome the very last sin is the day when Satan will be under your അത് feet. സംഭവ്യമാണ്, അത് സാധിച്ചിരിക്കും. It is a possible thing and it will happen. അതെന്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്. My Father has spoken ഞാൻ it. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വെളിപ്പാടിൽ പറയുകയാണ്. I'm saying this in revelation for you and for me. എന്റെയും നിങ്ങളുടെ അകത്ത് പിശാചിട്ടിരിക്കുന്ന കുറെ മൂലകങ്ങൾ അവശേഷിക്കുന്നുണ്ട്. Many of the elements of Satan is still remaining in you and in me. പാപത്തിന്റെ കുറെ മൂലകങ്ങളുണ്ട്. All the elements of sin is within us. അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട്. And it is stirring up now and then. ഇടയ്ക്കിടയ്ക്ക് പാപത്തിൽ വീഴുന്നുണ്ട്. And now and then we fall into sin. ആ സമയത്ത് സാത്താൻ നിങ്ങളുടെ കാൽ കീഴെ വരുത്തില്ല. In that moment, Satan will not come under your feet. അവൻ നിങ്ങളുടെ തലയ്ക്ക് മീതെയാണെന്ന് ഓർത്തോണം. Remember that he is above your head. അവൻ നിങ്ങളെ ക്ലെയിം ചെയ്യും. അപ്പന്റെ മുമ്പിൽ പോയി ക്ലെയിം ചെയ്യുന്ന സമയമാണ്. These moments he is before the Father claiming you. അതിനുവേണ്ടി നമുക്ക് ഒരു മഹാപുരോഹിതൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എല്ലായ്പ്പോഴും പക്ഷപാതം And ചെയ്യുന്നത്. for this reason, we have the high priest who is before the presence of Father, always interceding for us in our ചങ്കില behalf. ചോര നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. That's why his blood is speaking for us. അങ്ങനെ അതുകൊണ്ടാ പിതാവിന്റെ കരുണ നമുക്ക് കിട്ടുന്നത്. That's why we receive the mercy of our Father. പക്ഷേ അത് ജയമല്ല. But that is not victory. അത് ജയമല്ല. That is not victory. ജയമെന്ന് പറഞ്ഞാൽ അവസാനത്തെ പാപത്തെ പിശാച് അകത്തിട്ടിരിക്കുന്ന അവസാനത്തെ അവന്റെ ഡെപ്പോസിറ്റിന്റെ മേൽ ഞാൻ ജയിക്കുമ്പോഴാ ജയമുണ്ടാകുന്നത്. The victory is when you are standing above, you have overcome the very last deposit of Satan. അന്ന് പിശാച് എന്റെ കാൽ കീഴെ വരും. That day Satan will be under my feet. അന്ന് പിശാച് നിങ്ങളുടെ കാൽ കീഴെ ചവിട്ടി അരക്കപ്പെടും. And that day Satan will be crushed under your feet. ലൂസിഫർ വീണ് നിന്നെ നമസ്കരിക്കും. Lucifer will fall down and bow before you. I say this in the name of Jesus. Amen. Lucifer fall down before you and worship you and Amen. respect you. Amen. ഓറാ ബാബാ ബാബാ ലാമന ഈ സഭയിൽ അങ്ങനെ കൂട്ടം എഴുന്നേൽക്കട്ടെ.
Let a remnant arise in this church. ഈ സഭയിൽ അങ്ങനെ കൂട്ടം എഴുന്നേൽക്കട്ടെ. Let a group of people arise in this യേശു church. പാപം ചെയ്തില്ല. Jesus never committed sin. യേശു പാപം ചെയ്തില്ല. Jesus did not commit sin. നമ്മൾ അങ്ങനെ ആകും പ്രിയമുള്ളവരെ. We will also become like that, നമ്മുടെ my അകത്ത് ഇന്ന് beloved. അശുദ്ധികളുണ്ട്, Today we have a lot of uncleanness. കുറവുകളുണ്ട്. We have shortcomings. എന്നാൽ നാം നമ്മെ തന്നെ വെടിപ്പാക്കുകയാ. But now we are cleansing ourselves. മാന്യപാത്രമായി നമ്മെ തന്നെ We വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. are cleansing ourselves to become honorable നാം vessels. അതിനുവേണ്ടി ദൈവത്തിന്റെ കൂടെ നിൽക്കുകയാ. For this we are standing with God. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയെ We പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. are working out our salvation with fear and with trembling. അത് കാണുന്ന അപ്പന്റെ ഹൃദയം അങ്ങ് പ്രസാദിച്ചു. And the Father who sees it, his heart will be അവൻ നമ്മിൽ pleased. പ്രവർത്തിക്കാൻ തുടങ്ങി. And he begins to work in us. വേഗത്തിൽ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് വേഗത്തിൽ തികയ്ക്കാൻ വേണ്ടി The പോവുകയാണ്. one who began the good work in us, he will soon complete it. നമ്മുടെ വിശുദ്ധീകരണം ഇന്ന് പൂർത്തീകരിക്കും. Our sanctification will be fulfilled today. അവനത് നിവർത്തിക്കും. He will complete it. നാളെയല്ല, ഇന്ന് Not പൂർത്തീകരിക്കും. tomorrow, but today. ഇന്ന് സമാധാനത്തിന് ദൈവം സാത്താനെ എന്റെ കാൽ കീഴാക്കി ചതച്ചു കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that today God of peace will crush Satan under my feet. ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കാമോ? Can you take it upon as a ഇതൊരു challenge? ചലഞ്ച് ആയിട്ട് എടുക്കാമോ? Can you take it as a challenge? പിശാച് ലൂസിഫർ അവന്റെ എല്ലാ ശക്തികളും നമ്മുടെ കാൽ കീഴെ നിൽക്കും. All of Satan's powers will stand under our feet. കാരണം സാത്താൻ ഭയക്കുന്ന ഏക കാര്യം ദൈവത്തിന്റെ വിശുദ്ധിയാണ്. Because the only thing Satan fears is the holiness of God. അവൻ ശക്തിയല്ല ഭയക്കുന്നത്, വിശുദ്ധിയാ He ഭയക്കുന്നത്. does not fear power, but he fears holiness. നിന്റെ മേലുള്ള വിശുദ്ധി അവൻ ഭയക്കും. He will fear the holiness which is upon him. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്നും യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്നുള്ളൊരു സൈന്യമാണ് യേശുവിന്റെ സൈന്യം. Amen. യേശുവിന്റെ സൈന്യം വിശുദ്ധ സൈന്യമാണ്. The army of Jesus is the army who is holy. ഹല്ലേലൂയ. Amen. അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരിക. A generation is arising. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് വരും. Our children will arise in എന്റെ this. പ്രസംഗങ്ങൾക്ക് നമ്മുടെ ശിശുക്കൾ അങ്ങനെ എഴുന്നേറ്റ് വരും. All the little children here who hears my preaching will നമ്മുടെ rise. ടീനേജേഴ്സ് അങ്ങനെ എഴുന്നേറ്റ് Our വരും. teenagers will rise. നമ്മുടെ യൗവനക്കാർ അങ്ങനെ വിശുദ്ധിയിൽ എഴുന്നേൽക്കും. Our youth will rise. നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെ എഴുന്നേൽക്കും. Our mothers and fathers will rise. ദൈവത്തിനു വേണ്ടി വിശുദ്ധി നിൽക്കുന്ന ഒരു കൂട്ടം, A group that is standing for the holiness of God. തന്നെത്താൻ വെടിപ്പാക്കുന്ന ഒരു കൂട്ടം A group that is cleansing ഇന്ന് themselves. എഴുന്നേൽക്കുകയാണ്. Today is arising. ഇന്ന് എഴുന്നേൽക്കുകയാണ്. Is arising. സാത്താൻ നമ്മെ കാണുമ്പോൾ ഭയക്കും. When Satan sees us, he will fear. അവൻ He will നമ്മുടെ മുമ്പിൽ tremble. വറയ്ക്കും. He will tremble before us. നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധി തേജസ് കാണുമ്പോൾ അവൻ വറയ്ക്കാൻ തുടങ്ങും. When he sees God's holiness in us, when he sees his gloriness, he will tremble. പിശാച് നിക്ഷേപിച്ചിരിക്കുന്ന സകല ഡെപ്പോസിറ്റുകളെയും നമ്മൾ പുറത്താക്കും. We will put out all the deposit of Satan in us. നമ്മുടെ ആത്മാവ് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. Our spirit will be completely perfect. ദേഹി പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. Our soul will be completely sanctified. ആത്മാവ് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. Our spirit will be completely നമ്മുടെ sanctified. ശരീരം പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. Our body will be completely നമ്മൾ sanctified. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കും. We will become the holy temple of God. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആളത്വമായി നമ്മിൽ ഇറങ്ങി വസിക്കും. The Father, the Son, and the Holy Spirit will dwell in us. നമ്മുടെ കൂടെ വസിക്കും. They will dwell among us ലോകം in അത് our കാണും. midst, and the world will see it. ആത്മീക ലോകം അത് And കാണും. the spiritual world will see it. സാത്താൻ അത് കണ്ടു വറയ്ക്കും. Satan will see it and അങ്ങനെ tremble. ഒരു കൂട്ടം വിശുദ്ധ പ്രജ ഈ ഭൂമിയിൽ എഴുന്നേൽക്കുകയാണ്. In this manner, a holy army will arise. കഴിഞ്ഞ നാളുകൾ അനേകർ പ്രസംഗിച്ചു അങ്ങനെ സാധ്യമല്ലെന്ന്. In past years, many preached that this is not possible. അങ്ങനെ സാധ്യമല്ലെന്ന് പലരും പ്രസംഗിച്ചു. This is not possible, said many. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ ക്യാൻസൽ In the ചെയ്യുകയാണ്. name of Jesus, we cancel all that kind of preaching. ദൈവത്തിന്റെ വിശുദ്ധിയാൽ നമ്മൾ പൂർണ്ണരാകും. We will become perfect with the holiness നമ്മുടെ of അകത്ത് God. വന്നു വീണ സാത്താന്റെ ഡെപ്പോസിറ്റുകൾ നമ്മൾ പുറത്താക്കും. We will put out all the deposit of Satan which ദൈവത്തിന്റെ came in വിശുദ്ധ us. സൈന്യമായി നമ്മൾ എഴുന്നേറ്റ് വരും. We will arise as the holy army of God. അതാണ് അന്ത്യകാല സഭ. This is the end time church. അതാണ് അന്ത്യകാല സഭ. That is the end time അതാണ് church. ബോഡി ഓഫ് ക്രൈസ്റ്റ്. This is the body of അതാണ് Christ. the bride of the lamb. That is the bride of the Lamb. മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാത്ത ദൈവത്തിന്റെ വിശുദ്ധ സഭ എഴുന്നേൽക്കുമെന്ന് ഞാൻ ഇന്ന് ആത്മാവിൽ പ്രവചിച്ചു പറയുക. I prophesy in the spirit that the
church will arise which will not even sin in their mind. നമ്മളത് ആഗ്രഹിച്ചാൽ മതി. Let us we will നമ്മൾ just desire for വെടിപ്പാക്കാൻ it. വേണ്ടി നിന്നാ മതി. Just stand to that we may cleanse ourselves. അവനത് ചെയ്യും. He will do it. അവനത് ചെയ്യും. He will do it. അവനത് നിവർത്തിക്കും. He will fulfill അവൻ it. വിശ്വസ്തനാ. He is faithful. നമ്മെ വിശുദ്ധീകരിക്കും. He will sanctify തന്റെ us. തേജസ് കൊണ്ട് നിറയ്ക്കും. He will fill us with His നമ്മൾ അവനെ glory. കാബോദിനെ വഹിക്കുന്നവരാകും. We will become people who carry His കരങ്ങൾ ഉയർത്തി kabod. സമർപ്പിച്ചു. Lift up your hands and കരങ്ങൾ ഉയർത്തി സമർപ്പിച്ചു. submit before ഈ Him. വചനങ്ങൾ കേട്ടെങ്കിലും സമർപ്പിച്ചു. Those who have heard this ഒന്ന് ആഗ്രഹിക്ക്. scripture, submit. ഒന്ന് ആഗ്രഹിക്ക്. Just desire. ഒന്ന് ആഗ്രഹിക്ക്. Just desire. കർത്താവ് അത് ചെയ്യട്ടെ. Let the Lord ഈ do it. വചനം അകത്തിറങ്ങട്ടെ. Let this word ഈ enter our പരിജ്ഞാനം hearts. അകത്തിറങ്ങട്ടെ. Let this wisdom enter our ഈ hearts. വെളിപ്പാട് Let അകത്തിറങ്ങട്ടെ. this revelation enter into our ഈ വെളിപ്പാട് hearts. അകത്തിറങ്ങട്ടെ. Let this revelation ഈ ആഗ്രഹം come down. അകത്തിറങ്ങട്ടെ. Let this desire be ഈ in our വിശുദ്ധി hearts. അകത്തിറങ്ങട്ടെ. Let this holiness enter our hearts. പാപത്തെ ജയിക്കുന്ന തലമുറ, The generation who overcomes sin. പാപം ചെയ്യാത്ത തലമുറ, The generation who does not commit sin. സാത്താന്റെ അവസാനത്തെ ഡെപ്പോസിറ്റും പുറത്താക്കുന്ന തലമുറ, The generation who puts out all the deposits of Satan. അവിടെ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുന്ന തലമുറ, The generation who becomes filled with all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവും നമ്മിൽ നിറയും. We will be filled with all the fullness of God. അങ്ങനത്തെ തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. God is lifting up such a അവരാണ് generation. എൻഡ് ടൈം ചർച്ച്. They are the end time church. അവരാണ് അന്ത്യകാല സഭ. They will become the end time church. ദൈവം അവരിലൂടെ ലോകത്തെ നേടാൻ വേണ്ടി പോവുകയാണ്. And through them God will redeem the entire ആത്മാക്കളെ world. നേടാൻ വേണ്ടി He പോവുകയാണ്. will redeem their souls. ഓ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. We thank you, our Father. നന്ദി പിതാവേ, We thank you, Father. നന്ദി പിതാവേ, Thank you, Father. നന്ദി പിതാവേ. Thank you, Lord. ഈ വചനത്താൽ നിന്റെ ജനത്തെ ബലപ്പെടുത്തുകയാണ്. We strengthen your church with ഈ these വചനത്തിന്റെ scriptures. വെളിപ്പാട് നിന്റെ മക്കളിലേക്ക് പകരുകയാണ്. We give out this revelation to your children. ഈ വചനത്തിൽ അവർ അനുഗ്രഹിക്കുകയാണ്. We bless the church with this തന്നെത്താൻ revelation. വെളിപ്പാക്കുന്ന സഭയ്ക്കായി സ്തോത്രം I ചെയ്യുന്നു. thank you for the church that cleanses themselves. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറയുന്ന സഭയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. I thank you, Father, for the church which is being filled with all your fullness. ഹല്ലേലൂയ. Amen. ആ കരങ്ങൾ തട്ടി അവന് മഹത്വം കൊടുത്തേ. അവൻ സ്തോത്രം ചെയ്ത് നന്ദി Let പറഞ്ഞ് us thank Him.